ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു രാഗി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. രാഗിയൊന്നും ഇഷ്ടമല്ലാത്തവർ പോലും ഇതേ രീതിയിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ നല്ല മുരിഞ്ഞിട്ടുള്ള രാഗി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒത്തിരി കഴിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. അതുപോലെ നമുക്ക് ഡിന്നറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഈ രാഗി ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പോളം രാഗിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് രാഗിയും ഇതൊക്കെ മാറ്റി കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം എന്തായാലും കഴുകിയെടുക്കണം. നമ്മളിപ്പോൾ വെള്ളം പാർന്നപ്പോഴേക്കും അതിൽ നിന്ന് കുറേ പൊടികൾ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കണം. രാഗിയിലൊക്കെ നല്ല പോലെ അഴുക്കുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ നല്ല പോലെ കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 പ്രാവശ്യം കഴുകിയെടുത്തപ്പോഴേക്കും നല്ല പോലെ വെള്ളമൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂർ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും ഇതാ നമ്മുടെ രാഗി ഉഴുന്നൊക്കെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതേ റെസിപ്പി പ്രകാരം നമുക്ക് രാഗിക്ക് പകരം രാഗിപ്പൊടി യൂസ് ചെയ്തിട്ടും ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം അവിൽ കൂടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ കഴുകിയെടുക്കാം. അവിൽ നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കുതിർന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ മാവൊക്കെ റെഡിയാക്കി എടുക്കണം. അതേ സമയത്ത് തന്നെ കഴുകിയെടുത്താൽ മതി. അവിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. അപ്പോൾ ഇത് ഞാനിവിടെ 1 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. അവിലൊക്കെ ആയതുകൊണ്ട് 1 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രാഗിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 പ്രാവശ്യം അടിച്ചെടുക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. രാഗിയുടെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ആവശ്യമാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ രാഗിയൊക്കെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായി തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള രാഗി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഏത് പാത്രത്തിലാണോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പോലെ തിക്കായിട്ടാണുള്ളത്. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മൾ രാഗി അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി മാവ് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു 30 സെക്കൻഡെങ്കിലും നമ്മൾ ഇതുപോലെ കൈ വെച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ദോശയിൽ നമ്മൾ ഈസ്റ്റും അതുപോലെ ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഒരു കുറച്ച് സമയം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാം. നമ്മൾ രാവിലെയൊക്കെ ചുട്ടെടുക്കാനുള്ള രാഗി ദോശ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നല്ല പോലെ തന്നെ പൊങ്ങി വരും. ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 7-8 മണിക്കൂർ എന്തായാലും മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇത് രാവിലെ ആയപ്പോഴേക്കും മാവൊക്കെ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കാം. നമ്മൾ ഇതുവരെ ഈ മാവിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. പാനൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ദോശ ചുട്ടെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ 1 കയ്യിൽ മാവാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ദോശ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ മാവ് നല്ല പോലെ തന്നെ നൈസായിട്ട് ചുറ്റിച്ച് കൊടുക്കണം.
കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ രാഗി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രക്തത്തിൻ്റെ അളവ് അതുപോലെ തന്നെ ബലമില്ലായ്മ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡിന്നർ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് ദോശയൊക്കെ നല്ല പോലെ തന്നെ നമ്മൾ ചുറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ദോശയിൽ ഞാൻ നെയ്യോ എണ്ണയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ മുരിഞ്ഞ് വരും. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ പുറം ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. നമുക്ക് ഡിന്നറായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാം. അല്ല നല്ലപോലെ മുരിഞ്ഞിട്ടുള്ള ദോശ ആയതുകൊണ്ട് നമുക്ക് ചായയുടെ കൂടെ അങ്ങനെ വെറുതെ കഴിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ടെടുക്കാം. ബാക്കിയുള്ള ദോശയിലൊക്കെ ഞാനിതുപോലെ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ നല്ല മുരുമുരായിരിക്കുന്ന രാഗി ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ റെസിപ്പി പ്രകാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ രാഗിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉഴുന്നും ഉലുവയും മാത്രം വെള്ളത്തിലിട്ട് കുതിർക്കുക. എന്നിട്ട് മിക്സിയിൽ രാഗിപ്പൊടിയും ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല രാഗി ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ റെസിപ്പി പ്രകാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ഡിന്നറായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.